ഇന്നും രാവിലെ തന്നെ മഴ തുടങ്ങിയല്ലോ. ആഹാ, നീ കുളിച്ചിട്ട് വന്നോ? ഇടയ്ക്ക് കണ്ണൻ എണീറ്റു. ഞാൻ പിന്നെ ഉറക്കി അവന്റെ അച്ഛൻ്റെ അടുത്ത് തന്നെ കിടത്തി. എനിക്ക് തോന്നി അവൻ എണീറ്റു എന്ന്. അല്ല, അച്ഛൻ എണീറ്റില്ലേ അമ്മ? ഞാൻ എപ്പോഴേ എഴുന്നേറ്റു. ഒരു ഗ്ലാസ് ചായക്ക് വേണ്ടി വെയിറ്റിംഗ് ആ മോളെ. ഒരു മിനിറ്റ് അച്ഛ, ഞാനിപ്പോൾ ചായ ഇട്ട് തരാം. വേണ്ട പാറു, നീ ചെന്ന് ദേവൂട്ടിനെ എണീപ്പിക്ക്. ചായ ഞാനിടാം. അല്ല, ദേവ ഇതൊരു എണീറ്റില്ലേ? ഇന്നും കോളേജിൽ പോകുന്നില്ലേ നിങ്ങൾ രണ്ടാളും? അറിയില്ല അച്ഛ, കോളേജിൽ പോകേണ്ട ചോദിക്കുമ്പോൾ പറയാം നാളെ പോവാം എന്നൊക്കെയാ പറയുന്നത്. ഇന്നലെ കണ്ണിന് വാക്സിൻ എടുക്കേണ്ടതാ, അതിന് പോലും പുറത്തു പോകാൻ സമ്മതിച്ചില്ല. എനിക്കറിയില്ല എന്താന്ന്. ഈയിടെയായിട്ട് പെരുമാറ്റം തീരെ ശരിയല്ല. എന്ത് പറഞ്ഞാലും ഒരു ദേഷ്യവും വാശിയും. ഇവൻ എന്താ പറ്റിയേ? വീട്ടിനകത്തിരുന്ന് കണ്ണം മടുക്കുമ്പോൾ ഞാൻ ഇത്തിരി പുറത്തു കൊണ്ടുപോകും. അപ്പോൾ എൻ്റെ പിറകെ വന്ന് കണ്ണനെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. പുറത്തൊന്നും കൊണ്ടുപോകണ്ട, അകത്തിരുന്ന് കളിച്ചാൽ മതിയെന്ന്. അവൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് എന്തോ ഉണ്ട്. അത് നമ്മൾ ചോദിച്ചാൽ പറയില്ല. ശങ്കരേട്ടനൊന്ന് ചോദിച്ചു നോക്ക്. അതിന് ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ഒരക്ഷരം മിണ്ടില്ലല്ലോ. അച്ഛാ, ഞാൻ സഞ്ജുവേട്ടനെ വിളിച്ചിട്ടുണ്ട്. സഞ്ജുവേട്ടൻ മയത്തിലെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറഞ്ഞാലോ? അതേതായാലും നന്നായി. അവൻ ചോദിച്ചാൽ ചിലപ്പോൾ അവൻ പറഞ്ഞു എന്ന് വരും. ഒരു കാര്യം ചെയ്, അവൻ എന്തായാലും വരികയല്ലേ, അവൻ വരുന്നതിന് മുന്നേ ഇവനെ എണീപ്പിക്ക്. ആമാ, ഞാൻ പോയി ദേവേട്ടനെ എണീപ്പിക്കാം. പാറുമോക്ക് നല്ല വിഷമമുണ്ട്. പിന്നെ വിഷമമില്ലാതിരിക്കോ ശങ്കരേട്ടാ? ഒരു വല്ലാത്ത സ്വഭാവം. ഇപ്പോൾ എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടും. അവളെയും കണ്ണനും പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. അവള് പറഞ്ഞു കേട്ടില്ലേ, കണ്ണന് വാക്സിൻ എടുക്കാൻ പോലും പോകുന്നില്ല എന്ന് പറഞ്ഞ അവന്റെ കാര്യം. അച്ഛനും മോനും ഉറങ്ങുന്ന കണ്ടില്ലേ? ഇതുവരെ എഴുന്നേൽക്കാൻ സമയമായില്ല രണ്ടിനും. ദേവേട്ടാ എഴുന്നേൽക്ക്, മതി. ഇന്നും കോളേജിൽ പോകണ്ടെന്നാണോ? എഴുന്നേൽക്ക് ദേവേട്ടാ. ഓ എൻ്റെ പാറു, എന്താ എന്നെ ഉറങ്ങാൻ വിട്. ഇങ്ങനെ ഉറങ്ങിക്കിടന്നോ? ഇത് മാത്രം മതിയല്ലോ. കോളേജിൽ പോകണ്ടേ നമുക്ക്? രാത്രിയാണെങ്കിൽ കണ്ണൻ്റെ കരച്ചിൽ, രാവിലെ ആണെങ്കിൽ നിന്റെ ഈ അലപ്പ്, എല്ലാം കൊണ്ടും എൻ്റെ മനസമാധാനം പോയി കിടക്കുക. ദേവേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? ഞാനും കണ്ണനും ദേവേട്ടൻ്റെ മനസമാധാനക്കേടാണെന്നാണോ? പാറു, ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥമില്ല. ഇനി പോകണമെങ്കിൽ തന്നെ എനിക്കൊരു കുഴപ്പമില്ല ദേവേട്ടാ. പുറത്തും പോവാതെ കോളേജിലും പോവാതെ ഇന്നത് കുത്തിയിരിക്കണുണ്ടല്ലേ ഞങ്ങൾ ശല്യം ചെയ്യുന്നത്. ഇന്നും കറങ്ങി തിരിഞ്ഞ് ഇത് തന്നെയാണോ ടോപ്പിക്ക്? ദേവേട്ട സത്യം പറ, എന്താ ദേവേട്ടൻ്റെ പ്രശ്നം? ആരെയോ പേടിച്ച് വീട്ടിനകത്തിരിക്കും പോലെ. മാത്രമല്ല, കണ്ണൻ ഇന്നലെ വാക്സിൻ എടുക്കണം, അതിന് പോലും ദേവേട്ടൻ വിട്ടില്ല. ദേവേട്ടനെ ആരെയാ പേടിക്കുന്നേ? പേടിയോ? എനിക്കോ? ഞാൻ ആരെ പേടിക്കാൻ? നീ എന്തൊക്കെയായി പറയുന്നേ? ദേവേട്ട, ഞാൻ ദേവേട്ടൻ്റെ പാറുവല്ലേ. ദേവേട്ടൻ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞൂടെ പ്ലീസ്? അതെന്താ പെണ്ണെ നീ അങ്ങനെ പറഞ്ഞ? നീ ദേവേട്ടൻ്റെ മാത്രം പാറുവല്ലേ? എന്നിട്ടെന്താ ദേവേട്ടൻ്റെ ഉള്ളിലുള്ള കാര്യമൊന്നും എന്നോട് പറയാത്തെ? ദേവേട്ടന് കുറച്ച് ദിവസമായിട്ട് എന്തോ അലട്ടുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താ ദേവേട്ട, ഈ പാറുവിനോട് തുറന്നു പറ പ്ലീസ്. അതിന് എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വേണ്ടേ ഒളിച്ചു വെക്കാൻ? എനിക്ക് നിന്നെയും കണ്ണനെയും ഇങ്ങനെ കാണണം, അതുകൊണ്ടാണ് ഞാൻ പുറത്തൊന്നും പോവാത്ത. മതി വിട്ടെ. ഇതാ കണ്ണൻ്റെ സൗണ്ട് കേൾക്കുന്ന. എണീറ്റു. എടാ കള്ള, എണീറ്റ് ഷീറ്റ് മൂടി കിടക്കുവാണോ നീ? നോക്കട്ടെ. അമ്മയുടെ കള്ളക്കണ്ണനെവിടെ? ഇങ്ങോട്ട് നോക്കിയേ. കണ്ണ, മുഖത്തോടെ ഷീറ്റ് മൂടരുന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ? എടാ, കറക്റ്റ് സമയത്തിന് നീ കണ്ണുറക്കും, അതല്ലേലും അങ്ങനെയാണല്ലോ. ആരെവിടെ പുതപ്പിനടിയിൽ ഒളിച്ചിരിക്കുന്നേ? ഞാനൊന്ന് കാണട്ടെ. അച്ഛൻ്റെ കള്ളന് ഉറക്കം ശരിയായില്ലേ? എന്നാ അച്ഛനും മോനും ഒന്നുകൂടെ കിടന്ന് ഉറങ്ങിയാലോ? മതി, മാറി ദേവേട്ട, ഇനി ഉറങ്ങാൻ പോണത്രേ. വാട കണ്ണ, നമുക്ക് എഴുന്നേറ്റിരിക്കാം. അച്ഛൻ്റെ പൊന്നിങ്ങോട്ട് നോക്കി. അച്ഛൻ കണ്ണനെ ഫ്രഷ് ആക്കി തരാം, ബാ. അല്ല, ഈ പറയുന്ന ആള് ഫ്രഷ് ആയോ? ദേവേട്ടൻ ചെന്ന് ഫ്രഷ് ആക്കിയ ചെല്ല്. കണ്ണൻ ഞാൻ നോക്കിക്കോളാം. വാട കണ്ണ, അമ്മ കണ്ണനെ ഫ്രഷ് ആക്കി തരാം. ആ ദേവേട്ട, നീ എഴുന്നേറ്റോ, ഇരിക്കെ, അമ്മ ചായ എടുക്കാം. ചായ മാത്രം പോരമ്മ, എനിക്ക് നല്ല വിശപ്പുണ്ട്, കഴിക്കാനും വേണം. ദേവ വാ, ഇവിടെ ഇരിക്കേ. എന്താ നിന്റെ മനസ്സിൽ? കഴിഞ്ഞ ഒരാഴ്ചയായി പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കോളേജിലും പോകുന്നില്ല, അവളെയും പുറത്തു വിടുന്നില്ല. എന്താ എൻ്റെ മോന് പറ്റിയ? അച്ഛനോട് പറ. അച്ഛാ, എനിക്കെന്ത് പറ്റാൻ? എക്സ്ക്യൂസ് മീ, രാവിലെ എന്താണ് ചർച്ച? ഞാൻ അകത്തോട്ട് വന്നോട്ടെ?
എന്താടാ സഞ്ജു, അതിന് ചോദിക്കണോ? അകത്തേക്ക് വാ. വാടാ മോനെ, ഇരിക്ക്, ചായ കുടിക്കാം. ചായയൊക്കെ കുടിക്കാം. അല്ല, ഞാൻ ഈ ഒരാഴ്ചയായിട്ട് നിന്നെ വിളിക്കുന്നുണ്ട്, നീ എന്താ ഫോൺ എടുക്കാത്ത? ഫോണോ? ഞാൻ ശ്രദ്ധിച്ചില്ലടാ. ബാ, നമുക്ക് ഒന്ന് നടന്നിട്ട് വരാം. പുറത്ത് നല്ല തണുപ്പുണ്ട്. ആ, പോവാം. ഇരിക്ക്, ചായ കുടിച്ചിട്ട് പോവാം. ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ. നീ വാ. ദേവൂട്ടാ, അവൻ വിളിക്കല്ലേ, ചെല്ല്. വന്നിട്ട് രണ്ടാൾക്കും ഞാൻ ചായ തരാം. ആ, പാറു, കണ്ണനെ ശ്രദ്ധിച്ചോളണേ. ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. ദേവൂട്ടാ, കണ്ണൻ എൻ്റെ കയ്യിൽ തന്നെ ഇല്ലേ, പിന്നെന്താ? കണ്ണനെ നോക്കാൻ ഞങ്ങൾ 3 പേരും ഇവിടെ ഉണ്ട്. നീ പോയിട്ട് വാ. ശിവ, നിനക്ക് എന്താടാ പറ്റിയേ? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കോളേജിൽ വന്നില്ല. പോട്ടെ, ഞാൻ ഫോൺ വിളിച്ചിട്ടെങ്കിലും നിനക്കൊന്ന് എടുത്തൂടെ? എന്താ നിന്റെ പ്രശ്നം? ഏയ്, എനിക്കെന്ത് പ്രശ്നം? ഒന്നുമില്ലടാ. എന്നോട് പറയാൻ മടിയാണെങ്കിൽ നീ പറയണ്ട. പക്ഷേ നിന്റെ ഈ ബിഹേവിയർ കാരണം പാറു ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. കണ്ണൻ വാക്സിൻ എടുക്കാൻ പോലും നീ പുറത്തു വിട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞു. അവള് ഒരുപാട് വിഷമത്തില്ല. സഞ്ജയ്, ഒരാഴ്ച മുമ്പ് എനിക്കൊരു കോള് വന്നിരുന്നു. ഈ നാട്ടിൽ നിന്ന് കണ്ണനെയും പാറുവിനെയും കൊണ്ടുപോയില്ലെങ്കിൽ അവർക്ക് ആപത്താന്നും പറഞ്ഞ്. അത് കേട്ട തൊട്ട് ഞാൻ ഇങ്ങനെയാ. വീണ്ടും ഫോൺ കോളോ? അതാരാ? ആരാ വിളിച്ചത് നിന്നെ? അറിയില്ല, ആരതൊന്നും പറഞ്ഞില്ല. ഒരു സ്ത്രീ ശബ്ദമായിരുന്നു. പക്ഷേ ആ വോയിസ് ഞാൻ എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ആരാന്ന്. അവരങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ കണ്ണനും പാറുവിനും എന്തെങ്കിലും പറ്റിപ്പോയാ? ഏയ് ശിവ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇനി ഇതൊരു ഫേക്ക് കോളാണെങ്കിലോ? പാറുവിനെ തട്ടിക്കൊണ്ട് പോകുന്നതിന് 2 ദിവസം മുമ്പ് എനിക്കിതുപോലൊരു കോള് വന്നതാ. അന്ന് ഞാൻ അത് കാര്യമാക്കാത്തോണ്ടാ പാറുവിന് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അവളെ തിരിച്ചു കിട്ടിയത് എങ്ങനെയാണെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് ഇത് ഇത്ര നിസ്സാരമായിട്ട് കാണാൻ എന്നെക്കൊണ്ട് പറ്റില്ല. നീ പറയുന്നത് ശരിയാ. ഏതായാലും നീ നമ്പർ എനിക്ക് കാണിച്ചാ ഞാനും കൂടെ അന്വേഷിക്കാം അതാരാന്ന്. ഇതിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. 1 മിനിറ്റ്, ഞാനിപ്പോൾ തരാം. ലാസ്റ്റായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്ത കോള് അവരുടെ ആയിരുന്നു. ഇതാ നോക്ക്. എവിടെ? ഇതാണോ നമ്പർ? അതെ, ഐ എം ഷുവർ ഇത് തന്നെയാ. നിനക്കറിയോ ഇതാരാന്ന്? ഇല്ല, നമുക്ക് അന്വേഷിക്കാം. ഈ കാര്യം ഞാൻ ഏറ്റു. നീ ഇനി വീടിനകത്ത് കയറി ഇരിക്കേണ്ട. പാറുവിനെ കൂട്ടി നാളെ തന്നെ കോളേജിലൊക്കെ വാ. കണ്ണനും പാറുവിനും ഒന്നും സംഭവിക്കില്ല. നിന്നോട് സംസാരിച്ചപ്പോൾ എനിക്കെന്തോ ഒരു ധൈര്യമുള്ള പോലെ. ഞാൻ നാളെ തൊട്ട് വരാം. നീ ഇതാരാന്ന് കണ്ടുപിടിക്ക്, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടൂല. ഞാൻ പറഞ്ഞില്ലേ, ഈ കാര്യം ഞാൻ ഏറ്റു. എന്നാൽ ഞാൻ പോട്ടെ, നീ സമാധാനമായിട്ട് ചെല്ല്. എന്താ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നത്? ആ, സഞ്ജുവേട്ടനെത്തിയോ? ഞാൻ എന്താ ആലോചിക്കാൻ, വെറുതെ ഓരോന്ന്. വെറുതെ എന്ന് പറഞ്ഞാൽ കണ്ണനെയും പാറുവിനെയും എങ്ങനെ ഈ നാട്ടിൽ നിന്ന് ഓട്ടിക്കാന്നാണോ? സഞ്ജുവേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? നീ ഒരാഴ്ച മുമ്പ് ശിവയെ കോൾ ചെയ്തിരുന്നോ? അത് സഞ്ജുവേട്ടൻ, ഞാൻ സഞ്ജുവേട്ടാ. മിണ്ടരുത്. എന്നോട്ടാ നിനക്ക് തുടങ്ങിയത് ഈ പേടി? അവളും കുഞ്ഞും മുത്തശ്ശൻ പറയുന്ന പോലെ നിന്റെ കുഞ്ഞിന് ആപത്താണെന്ന് നിനക്ക് തോന്നിയോ? സഞ്ജുവേട്ടൻ മതി. ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും കണ്ടിട്ടില്ല. അവൾ നിങ്ങൾക്ക് പെങ്ങളാണെങ്കിൽ അവൾ എൻ്റെ കൂട്ടുകാരിയാ. ഞാൻ അവളെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കണ്ടിട്ടുള്ളത്. അവളെ കുഞ്ഞിനെ പറ്റി ഞാൻ അങ്ങനെ ചിന്തിക്കുക പോലുമില്ല. പിന്നെ നീ എന്തിനാ ശിവയെ ഫോൺ ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞത്? അത് നിങ്ങളുടെ അമ്മയും മുത്തശ്ശനെയും പേടിച്ചിട്ടാ. മുത്തശ്ശൻ ഓരോ ദിവസം ഓരോന്നും പറഞ്ഞ് അമ്മയുടെ മനസ്സ് മാറ്റുക. നിങ്ങളുടെ കുടുംബ ജോത്സ്യനെ കണ്ട് അവരെന്തൊക്കെയോ ചെയ്യാൻ പ്ലാൻ ഇടുക. അതൊക്കെ കാണുമ്പോൾ പാറുവിനോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ചിട്ടാ ഈ നാട്ടിൽ നിന്ന് അവരോട് ഞാൻ പോകാൻ പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. എന്നാ നിനക്ക് അത് എന്നോട് ആദ്യം പറഞ്ഞൂടെ? എങ്ങനെ അമ്മ എടുത്ത് ചാടിക്കടിക്കാനോ? അമ്മ നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമെന്ന് പേടിച്ചിട്ടാ മുത്തശ്ശൻ പറയുന്നതിൽ പെട്ടുപോയത്. അല്ലാതെ അവര്. സോറി, കാര്യങ്ങളൊന്നും അറിയാതെ ഞാൻ നിന്നെ. വേണ്ട, എന്നാലും നിങ്ങൾ എന്നെ പറ്റി മനസ്സിലാക്കിയില്ലല്ലോ. അങ്ങനെയൊക്കെ ഞാനും ചിന്തിക്കുന്ന കരുതിയില്ലേ. സഞ്ജുവേട്ടന് എന്നെ മാത്രം മനസ്സിലാക്കാൻ പറ്റില്ല. നീനു, സോറി. പെട്ടെന്ന് ഇതൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വേറെ ഒന്നും തോന്നിയില്ല. നീയും അങ്ങനെയൊക്കെ. സോറി ഡി. നിങ്ങളുടെ സോറി ഒന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എനിക്കൊരു ചിക്കൻ ബിരിയാണി വാങ്ങിത്താ. ചിക്കൻ ബിരിയാണിയോ? മീനു,
ഈ തറവാട്ടിലാരും നോൺ വെജ് കൂട്ടില്ല എന്ന് നിനക്കറിയാലോ. എൻ്റെ ഈശ്വര, എൻ്റെ ഒരു വിധി കണ്ടില്ലേ? മര്യാദയ്ക്ക് വീട്ടിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു. നിങ്ങളുടെ കൂടെ എന്ന് വന്നു എനിക്ക് ഇറച്ചി മീനും ഒന്നും കഴിക്കാൻ പറ്റൂല. മീനു പ്ലീസ്. ഒന്നും പറയണ്ട, എൻ്റെ കുഞ്ഞൊന്നും ഇങ്ങോട്ട് വന്നോട്ടെ, കാണിച്ചു തരാം ഞാൻ. കുഞ്ഞ് വരാനൊന്നും കാത്തിരിക്കണ്ട, നീ പോയി റെഡിയായിട്ട് വാ. പുറത്ത് പോയി നിനക്ക് ഇഷ്ടമുള്ളത് ഞാൻ വാങ്ങിത്തരാം. സഞ്ജുവേട്ടൻ പറഞ്ഞ സത്യമാണോ? എനിക്ക് വാങ്ങിത്തരുമോ? ആ, ഞാൻ വാങ്ങിത്തരാം, നീ റെഡിയായിട്ട് വാ. എന്നാ നിൽക്ക്, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പം റെഡിയായിട്ട് വരാം. കണ്ണ, നാളെ അച്ഛനും അമ്മയും വീണ്ടും കോളേജിലേക്ക് പോവുക. ഒരാഴ്ച നിൻ്റെ കൂടെ ഇരുന്നപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല. നാളെ ഞങ്ങൾ പോകുമ്പോൾ നിനക്ക് വിഷമമാവോ? നീ കരയരുത് കേട്ടോ. അച്ഛമ്മയുടെ കൂടെയും അച്ഛൻ്റെ കൂടെയും ഹാപ്പി ആയിട്ടിരിക്കണം. ഈവനിങ് ഞങ്ങൾ നേരത്തെ വരും നിൻ്റെ കൂടെ കളിക്കാൻ. അച്ഛൻ്റെ കണ്ണൻ ഗുഡ് ബോയ് അല്ലേ? ഗുഡ് ബോയ്. അല്ല, രണ്ട് ഗുഡ് ബോയും ഈ വെളിയിൽ വന്ന് എന്താ ചെയ്യുന്നേ? ഉറങ്ങാൻ സമയമായില്ലേ രണ്ടുപേർക്കും? ഞങ്ങൾ അച്ഛനും മോനും കൊച്ചു വർത്താനും ഒക്കെ പറഞ്ഞിരിക്കുന്നിടത്ത് നിനക്കെന്താടി കാര്യം? അല്ലേടാ കണ്ണ, എവിടെയും കട്ടുറും പാട്ടി കയറി വരും. ആണോ? സാരമില്ല, ഞാനങ്ങ് സഹിച്ചു. വാട കണ്ണ, അമ്മ ചാച്ചു ഓർക്കാം. അച്ഛൻ്റെ കൂടെ ഇരുന്നത് മതി, ഇങ്ങോട്ട് വേണ കള്ള. നമുക്ക് പാലൊക്കെ കുടിച്ച് ചാച്ചു ഉറങ്ങാൻ പോവാം. അച്ഛനിവിടെ ഒറ്റയ്ക്ക് നിന്നായി വറക്കട്ടെ. അമ്മയുടെ കണ്ണിന് ഈയിടെയായിട്ട് രാത്രി തീരെ ഉറക്കമില്ല. ബാ, അമ്മ ഉറക്കാം. അതെ, ഞാനും ഈയിടെയായിട്ട് രാത്രി തീരെ ഉറക്കമില്ല. എന്നെയും കൂടെ ഇടയ്ക്കൊക്കെ ഒന്ന് പരിഗണിക്കാം. തൽക്കാലം പ്രൊഫസർ സ്വന്തമായിട്ട് പരിഗണിച്ചാൽ മതി, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. തൽക്കാലം ഞങ്ങൾ അമ്മയും കുഞ്ഞും അങ്ങോട്ട് പോവുകയാണേ. പ്രൊഫസർ ഇവിടെ എങ്ങാനും കിടന്നു. ബൈ, ഗുഡ് നൈറ്റ്. ആഹാ, ചെല്ല്. എവിടെ വരെ രണ്ടും പോയാൽ പോവും. ആ ബെഡ്റൂം വരെ അല്ലേ, അവിടെ വന്ന് ഞാൻ എടുത്തോളാം. എന്റെ പൊന്നു ഭാര്യ, ഇതുവരെ കഴിഞ്ഞില്ലേ നിന്റെ പണി? ഇതിപ്പോ അടുക്കളയിൽ തന്നെ കിടന്ന് ഉറങ്ങുമോ നീ? അല്ല മനുഷ്യ, നിങ്ങൾ എന്താ ഇതിനകത്തോട്ട്? ഇതൊന്നും പതിവുള്ളതല്ലല്ലോ. ഈ സമയം കൂർക്കം വലിച്ച് ഉറങ്ങേണ്ടതാണല്ലോ. നിന്നെ കാത്തിരുന്ന് ഞാൻ ഉറങ്ങി പോകുന്നതാ, അല്ലാതെ കൂർക്കം വലിച്ച് ഉറങ്ങുന്നതല്ല. ഈയായിട്ട് നിനക്ക് എന്നെ ഒരു ശ്രദ്ധയില്ല. അച്ചുടാ, ആണോ? നാളെ മുതൽ കണ്ണനെ കുളിപ്പിക്കാൻ കിടക്കുന്ന ഷീറ്റില്ലേ, അവിടെ കയറി കിടന്നോ. എണ്ണ തേച്ച് മസാജ് ചെയ്ത് കുളിച്ച് കുട്ടപ്പനാക്കി പൗഡർ ഇട്ട് ഞാൻ ആ ഉമ്മർത്ത് കൊണ്ടിരുത്താം. അത്രയും ശ്രദ്ധിച്ചാൽ മതിയോ? ഞാൻ കയറി കിടക്കും, അവസാനം നീ കുളിപ്പിച്ച് പൊട്ടുകുത്തിയോടെ ഇരുത്തേണ്ടി വരും, പറഞ്ഞേക്കാം. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾക്ക് ഇത് എന്താ പറ്റിയേ? അത് പിന്നെ അമ്മ വയസ്സാവും തോറും കൊച്ചുകുട്ടികളെന്നല്ലേ പറയാറ്, അതുകൊണ്ടാ. വയസ്സോ? ആർക്കടാ വയസ്സ്? അല്ല, ഞങ്ങൾ ഭാര്യയും ഭർത്താവും സംസാരിക്കുന്ന ഇടയ്ക്ക് നീ എന്തിനാ വലിഞ്ഞേറി വരുന്നേ? ശങ്കരേട്ടാ, എന്തൊക്കെയാ പറയുന്നേ? ഓ ആയിക്കോട്ടെ, നിങ്ങൾ ഭാര്യയും ഭർത്താവും സംസാരിക്കുന്നിടയിൽ ഞാൻ വരുന്നില്ല, ഞാൻ പോവുക. എൻ്റെ കുഞ്ഞും ഭാര്യയും എനിക്ക് വേണ്ടി വെയിറ്റിങ്. ഗുഡ് നൈറ്റ്. നിങ്ങൾക്ക് സമാധാനമായോ? അവൻ എന്ത് വിചാരിച്ചു കാണും അവൻ പോകുന്ന കണ്ടില്ലേ? എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾക്ക് ഇതെന്താ പറ്റിയേ? അവന് കാര്യം എന്താണെന്ന് മനസ്സിലായി, അവൻ പോയി. എന്നിട്ടും നിനക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ലൈറ്റ് കാണിച്ച് വാടി. പൊക്കോടെ എന്റെ മുന്നീന്ന്. ആഹാ, അമ്മയും മോനും പറഞ്ഞതുപോലെ എന്നെ കൂട്ടത് ഉറങ്ങിയോ? രണ്ടും കിടക്കുന്ന കണ്ടില്ലേ? ഞാനൊരാൾ ഇവിടെ ഉണ്ടെന്ന് വല്ല ചിന്ത ഉണ്ടോ രണ്ടിനും? പാറു, എടി പാറു, എഴുന്നേൽക്ക്. ദേവേട്ട, കിടന്നുറങ്ങ് ദേവേട്ട. ആ, ഈയിടെയായിട്ട് ഈ ദേവേട്ടന് നിനക്കൊരു മൈൻഡും ഇല്ല. നട്ടപ്പാതിരാത്തേക്ക് സെന്റി അടിക്കാതെ കിടന്നുറങ്ങ് ദേവേട്ട. കണ്ണൻ ഉറങ്ങുന്ന കണ്ടില്ലേ? ആ, ഞാൻ ഉറങ്ങാൻ പോവാ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ നേരത്തെ എനിക്ക് കോളേജിൽ പോകാനുള്ളല്ലേ അല്ലേ? ശരിക്കും നാളെ കോളേജിൽ പോവോ? സത്യമായിട്ടും? നാളെ തൊട്ട് നമ്മൾ വീണ്ടും കോളേജിൽ പോവും. നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയതിന്? അതുകൊണ്ടല്ല, എന്താ പ്രശ്നമെന്ന് ദേവേട്ടൻ എന്നോട് പറയാത്തതുകൊണ്ട് എനിക്ക് വിഷമമായത്. ഏയ്, അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ അത് പറഞ്ഞ് നിന്നെയും കൂടെ സങ്കടപ്പെടുത്തണ്ടെന്ന് തോന്നി. എന്നെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി സ്വയം സങ്കടപ്പെട്ടിരിക്കാനാണോ തീരുമാനിച്ചത്? പാറു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ദേവേട്ടൻ്റെ കൂടെയുള്ള ഈ ജീവിതം നീ ഹാപ്പി അല്ലേ? എൻ്റെ പൊന്ന് ദേവേട്ട, അതൊക്കെ വിട്ടെ, ബാ നമുക്ക് ഉറങ്ങാം. ഞാൻ എന്നും ദേവേട്ടൻ്റെ കൂടെ ഹാപ്പിയാണ്. ഞാനും കണ്ണനും എന്നും ദേവേട്ടൻ്റെ കൂടെ ഇല്ലേ, പിന്നെന്താ? ഞാൻ വെറുതെ ചോദിച്ചതാടി.
അത് ശരി, ഇന്ന് കോളേജിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്ന കണ്ടില്ലേ? ദയവേട്ട എഴുന്നേൽക്ക്. ഇന്ന് ലേറ്റ് എനിക്ക് പോകണ്ടെന്ന് പറയരുത്. എഴുന്നേൽക്ക്. ഓ, നേരം വെളുത്തോ? ദയവേട്ട എഴുന്നേൽക്ക്. കോളേജിൽ പോകണ്ടേ, നമുക്ക് റെഡി ആയിക്കേ. രാവിലെ തന്നെ മനുഷ്യൻ്റെ. ദയവേട്ട വീണ്ടും കിടക്കല്ലേ, എഴുന്നേൽക്ക്. ഞാൻ എന്താ റെഡിയായി. പാറു, ആഹാ, എഴുന്നേറ്റ് എന്നെ നോക്കിയിരിക്കുമായിരുന്നു. എന്നിട്ടാണോ ഒരു മറുപടിയും തരാത്ത? പാറു, ഇന്ന് നിന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. ഞാൻ സുന്ദരിയാണെന്ന് എപ്പോഴൊക്കെ പറയോ അപ്പോഴൊക്കെ നിന്റെ മുഖത്ത് വല്ലാത്തൊരു നാണമാണല്ലോടി. ആര് പറഞ്ഞു ഞാൻ നാണിച്ചൊന്നും? ഞാൻ നാണിച്ചൊന്നുമില്ല. എനിക്ക് ദയവേട്ട ചെന്ന് ഫ്രഷ് ആയിട്ട് വാ. ഞാൻ കണ്ണെന്ന് എണീപ്പിക്കട്ടെ. അവന് ഫ്രഷ് ആക്കിയിട്ട് വേണം നമുക്ക് പോവാൻ. ചെല്ല്. ശരി പ്രിയ പത്നി, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ദേ പോയി ദാ വന്നു. എൻ്റെ ഈശ്വര, ഈ ദൈവത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഞാൻ പെടുന്നൊരു പാടുണ്ടല്ലോ. ദൈവത്തിന് മാത്രം അറിയാതെ. എഴുന്നേറ്റോടാ നീ. അമ്മയുടെ കണ്ണൻ എന്തിനാ രാവിലെ തന്നെ കരഞ്ഞിട്ടെണീക്കുന്നെ? ചിരിച്ചിട്ടെണീക്കടാ. ഗുഡ് ബൈ. ഇന്ന് അമ്മയും അച്ഛനും കോളേജിലേക്ക് പോവുക. അച്ഛന്മാരുടെ അടുത്ത് നല്ല കുട്ടിയായിട്ടിരിക്കണം, മനസ്സിലായല്ലോ? കരയരുത്, ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്. അമ്മ കുഞ്ഞിനെ ഫ്രഷ് ആക്കിയിട്ട് അച്ഛന്മാരടുത്ത് കൊണ്ടു കൊടുക്കാം കേട്ടോ. ആഹാ, ഞങ്ങൾ രണ്ടും പോവാൻ റെഡിയായല്ലോ. കണ്ണനിന്ന് കുറച്ച് കാര്യം വാട കണ്ണ, അച്ഛമ്മ എടുക്കാം. അവനമ്മയെ നോക്കുന്ന പോലുമില്ല. അവന് ഞാൻ ഡ്രസ്സ് മാറിയപ്പോഴേ മനസ്സിലായി ഞങ്ങൾ എങ്ങോട്ടോ പോകുന്നു, അവനെ കൊണ്ടുപോകുന്നില്ല എന്ന്. അമ്മ വാന്ന് വിളിച്ചിട്ട് അമ്മയുടെ മുഖത്ത് പോലും അവൻ നോക്കുന്നില്ല. അതെങ്ങനെ നോക്കും? അവൻ ആരെയാ? നിന്റെ അല്ലേ മോൻ? അത് ശരിയാ, എനിക്ക് അച്ഛൻ്റെ സ്വഭാവം, അവൻ എൻ്റെ സ്വഭാവം. കറക്റ്റാ. വാട കണ്ണ, അച്ഛമ്മ ഒരുപാട് കഥ പറഞ്ഞുതരാം. അമ്മ വരുന്നത് വരെ അച്ഛമ്മയുടെ ഇരിക്കണം, ഗുഡ് ബോയ് ആയിട്ട്, മനസ്സിലായോ? അമ്മ, അച്ഛ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അവൻ കരയുകയാണെങ്കിൽ അമ്മ ദേവേട്ടൻ്റെ ഫോണിൽ വിളിച്ചാൽ മതി. അങ്ങനെയൊന്നും അവൻ്റെ കണ്ണൻ കരയില്ല. അവൻ അച്ഛമ്മ അടുത്തും അച്ഛൻ്റെ അടുത്തും സന്തോഷമായിട്ടിരിക്കും. പാറു, എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ? ഇനി നിന്നാ ലേറ്റ് ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ വീടും സ്ഥലവും അത് എൻ്റെയും പാറുവിൻ്റെയും പേരിലാണിപ്പോൾ. അതെങ്ങനെയാണെന്നായിരിക്കും മുത്തച്ഛൻ ചിന്തിക്കുന്നത്. ഇത് എൻ്റെ അച്ഛൻ്റെ പേരിലും പാറുവിൻ്റെ അമ്മയുടെ പേരിലുമായിരുന്നു. അവർ രണ്ടുപേരും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഞങ്ങൾ മക്കളുടെ പേരിലാണ് ഇപ്പോൾ ഈ വീടും സ്ഥലവും. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നെയും എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കാണാൻ ഇവിടെ പലരും വരും. അങ്ങനെ പലരും ഇവിടെ വരാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഇഷ്ടമില്ലാത്തവര് ഇവിടെ വന്നാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. അത് എന്റെ ഇഷ്ടം. ഇയാൾക്ക് വയസ്സാം കാലത്ത് എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നാ പോരെ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. സഞ്ജു, നീ എന്താ ഇപ്പോ ഈ സ്ഥലത്തിന്റെയും വീടിന്റെയും ഒക്കെ കാര്യം പറയുന്നത്? പറയേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഈ പറയുന്ന. അമ്മ ഇന്നോട്ട് മുത്തശ്ശൻ്റെ വാക്കുകൾ കേൾക്കാൻ തുടങ്ങിയത്. അമ്മയ്ക്കും തോന്നുന്നുണ്ടോ പാറുവും കുഞ്ഞും ഈ വീടിൻ്റെ നാശമാണെന്ന്? അവൾക്ക് കൂടെ അവകാശപ്പെട്ട വീടായത്. അവളും കുഞ്ഞും ഇവിടെ വരും പോവും. അതിന് ആരും തടയാൻ നിൽക്കണ്ട. എന്താടാ സഞ്ജു, പാറുമോൾക്ക് ഈ വീട്ടിൽ അവകാശമുള്ളതിന് എനിക്ക് എന്താ ഇഷ്ടക്കേട്? അവള് ഇവിടെ നിന്നല്ലേ വളർന്നത്. അതല്ല എൻ്റെ പ്രശ്നം. മുത്തശ്ശൻ പറയുന്ന കേട്ട് പാറു ഈ വീടിൻ്റെ നാശമാണെന്ന് അമ്മയ്ക്കും തുടങ്ങിയോന്ന്. മോനെ, അത് കുഞ്ഞിനെ ബാധിക്കുന്ന കാര്യമായപ്പോ ഞാൻ അറിയാതെ, അല്ലാതെ പാറുമോളോടോ കുഞ്ഞിനോടോ. വേണ്ട, ഒരിക്കലെങ്കിലും അമ്മ അത് വിശ്വസിച്ചല്ലോ. അതിലാണ് എനിക്ക് സങ്കടം. നിന്റെ അമ്മ അത് വിശ്വസിക്കും. കാരണം അതിനുള്ള സൂചനകൾ അവൾ ഇവിടെ വന്നപ്പോഴേ ഉണ്ടായതാണല്ലോ. ഞാനായിട്ട് പറഞ്ഞു പരത്തിയതൊന്നും അല്ലല്ലോ. മുത്തശ്ശ മതി. മുത്തശ്ശൻ്റെ പ്രായം കണക്കിലെടുത്ത ഞാൻ കൂടുതലൊന്നും പറയാത്ത. എന്നെക്കൊണ്ട് വെറുതെ ഓരോന്നും ചെയ്യിപ്പിക്കരുത്. എന്റെ മുന്നിൽ സംസാരിക്കാതെ നീ ഇപ്പോൾ ഇത്രയും ശബ്ദിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെതാ, ഈ ഭാര്യ കാരണമാണെന്ന് എനിക്കറിയാം. ഇവളെ കെട്ടിക്കൊണ്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ, ഈ വീട്ടിൽ ഞാൻ കേറ്റില്ല, ഈ വീട്ടിൽ വേണ്ടാന്ന്. ആര് കേക്ക്? ഇവള് നിന്നെ വഴിതെറ്റിക്കും. ഇവള് നിന്റെ നാശ. ഇതിനെ ഇറക്കി വിടുവിടുന്ന്. അമ്മാവൻ എന്തൊക്കെയാ ഈ പറയുന്നേ? അമ്മ വേണ്ട. മീനു, നിനക്ക് എന്താ എടുക്കാന്നുള്ളത് വെച്ചാൽ എടുത്ത് ഇറങ്ങ. നമുക്കിന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം. സഞ്ജുട്ട എന്തായി പറയുന്നേ? ഇയാളുടെ മനസ്സിൽ ഇത്രയും വിഷമുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ എന്ത് വിശ്വസിച്ച് നിന്നെ ഇവിടെ ആക്കിയിട്ട് കോളേജിൽ പോവും? ഇറങ്ങ്. നിനക്ക് എന്താ എടുക്കാന്നുള്ളതെന്ന് വെച്ചാൽ എടുത്തിട്ട് എൻ്റെ കൂടെ വാ.
മോനെ സഞ്ജു, എന്താടാ ഇതൊക്കെ? മുത്തശ്ശൻ അറിയാതെ പറഞ്ഞതായിരിക്കും, ദേഷ്യത്തിന്റെ പുറത്ത്, അല്ലാതെ. വേണ്ട അമ്മ, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാം. അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം, വന്ന് കാണാം. പക്ഷേ ഇനി ഞാനും ഇവളും ഈ വീട്ടിൽ നിൽക്കില്ല. ദേവേട്ട, എന്തായി ആലോചിക്കുന്നത്? കണ്ണനെ പറ്റിയാണോ? കണ്ണൻ ഒരു കുഴപ്പമില്ല. അവൻ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഹാപ്പി ആയിട്ട് ഇരിക്കുമല്ലേ. വേറെ ഒന്നും ചിന്തിക്കേണ്ട. ചെല്ല്, സ്റ്റാഫ് റൂമിലേക്ക് പോക്കോ, ഞാൻ ക്ലാസ്സിലേക്ക് പോട്ടെ. ആ പാറു, നീ ക്ലാസ്സിലേക്ക് ചെല്ല്. എനിക്കെന്തോ കണ്ണനെ കാണാത്തപ്പോൾ അവനെങ്ങാനും വാശി പിടിച്ച് നമ്മളെ കാണാൻ വേണ്ടി കരയോ? അതാ ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ അവൻ കരയുകയാണെങ്കിൽ അവനെയും കൊണ്ട് അച്ഛൻ ഇങ്ങോട്ട് വരും. ഇല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ദേവേട്ടനെ ഫോൺ ചെയ്ത് വിളിച്ച് പറയും നമ്മൾക്ക് അങ്ങോട്ട് പോവാൻ. ടെൻഷൻ അടിക്കേണ്ട, ചെല്ല്. പിന്നെ ക്ലാസ്സിൽ തന്നെ ഇരിക്കണം, ഇറങ്ങി നടക്കരുത്, മനസ്സിലായല്ലോ? ചെല്ല്. സഞ്ജയ്, ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി. നീ എന്താ ഈ ആലോചിക്കുന്നത്? എന്താടാ ഒരു മൂഡ് ഓഫ്? ഒന്നുമില്ല. അല്ല പാറു, അവള് ക്ലാസ്സിലോട്ട് കയറി. അവളെ ക്ലാസ്സിലോട്ട് വിട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. നിൻ്റെ മുഖത്തെന്താ ഒരു ഉഷാറില്ലാത്തത്? എന്തു പറ്റി? അത് ഞാൻ പറയാം. ഇവനും ഇവൻ്റെ കെട്ടിയോളും ആ തറവാട്ടിൽ നിന്ന് ഇറങ്ങി. സത്യമായിട്ടും അത് നന്നായി. മുന്നേ ഞാൻ പറയണമെന്ന് വിചാരിച്ചതാ, പിന്നെ നിനക്ക് എന്ത് തോന്നുന്നു വിചാരിച്ചാ ഞാൻ പറയാത്തത്. ആ പന്നക്കളവൻ അവിടെ ഉള്ളിടത്തോളം കാലം നീയൊക്കെ അവിടെ നിന്ന് ഇറങ്ങുന്നതാണ് നല്ലത്. ശിവ, നിന്നെ ഫോൺ ചെയ്തതും അങ്ങനെ സംസാരിച്ചതൊക്കെ മീനുമായിരുന്നു. മുത്തശ്ശൻ എന്തോ പ്ലാൻ ചെയ്യുന്നത് കണ്ട് പേടിച്ചിട്ടാ ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൾ അങ്ങനെ പറഞ്ഞത്. എനിക്കപ്പോഴേ ആ സൗണ്ടിലൊരു ഡൗട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആരാന്ന് ഓർമ്മ കിട്ടുന്നില്ലായിരുന്നു. എടി ഭയങ്കരി അവളായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയാണ് ഞാൻ തീ തിന്ന് ജീവിച്ചത്. അവളെ ഞാനൊന്ന് നേരിട്ട് കാണട്ടെ. അല്ല, നീ ഒരാഴ്ച എവിടെയായിരുന്നു? ഞാൻ എത്ര പ്രാവശ്യം നിൻ്റെ ഫോണിലോട്ട് വിളിച്ചെന്നറിയോ ഒരു കാര്യം പറയാൻ? എന്നിട്ട് ഫോൺ കൊടുക്കൂല, തിരിച്ചും വിളിക്കൂല. എന്താടാ? എൻ്റെ പൊന്നു മോനെ, അതൊക്കെ വലിയ കഥയാണ്. അതാ ഞാനും സഞ്ജു ഇപ്പോൾ പറഞ്ഞത്. നിന്നോട് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ക്ലാസ് തുടങ്ങാൻ സമയമായി. എല്ലാവരും ക്ലാസ്സിലോട്ട് പൊക്കോ, വന്നിട്ട് പറഞ്ഞുതരാം. സച്ചിൻ അറിഞ്ഞോ? ഭാര്യയും ഭർത്താവും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരാഴ്ചത്തേക്ക് ശേഷം അവർ വീണ്ടും കോളേജിലേക്ക് വന്നു. ഞാൻ കണ്ടായിരുന്നു രാവിലെ കാറി വന്ന് ഇറങ്ങുന്നത്. അപ്പൊ എങ്ങനെയാ നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണ്ടേ നമുക്ക്? തീർച്ചയായിട്ടും ഞാൻ എപ്പോഴേ റെഡി. പതുക്കെ പതുക്കെ രണ്ടിനെയും പിരിച്ചെടുക്കാം. അവളിവിടെ ഉണ്ട്. നീ ചെന്ന് അയാളവിടെ കൊണ്ടുപോവാ. ഓക്കെ, നീ നിന്റെ പണി തുടങ്ങിക്കോ. ഒരാഴ്ച വന്നില്ലെന്നേ ഉള്ളൂ. ഒരു കുന്നോളം ബുക്കുണ്ട് റെഫർ ചെയ്യാൻ, അതിനനുസരിച്ച് എഴുതാനും ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴാണ് പഠിക്കുന്നത്? നോട്ടൊക്കെ എഴുതി എഴുതി ഞാൻ മടുത്തു. ഹലോ ശ്രീപാർവതി, കുറച്ച് ദിവസം കാണാനില്ലായിരുന്നല്ലോ, ലീവായിരുന്നു അല്ലേ? ആ അതെ, ലീവായിരുന്നു. അത്യാവശ്യമായിട്ട് ലീവ് എടുക്കേണ്ടി വന്നു. ശിവ സാർ, സാറിന് സഞ്ജയ് സാർ ലൈബ്രറിയിലോട്ട് വിളിക്കുന്നു. എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. ലൈബ്രറിയിലോട്ടോ? ഞാൻ പൊക്കോളാം. വേഗം പൊക്കോ. ഇവൻ എന്തിനാ എന്നെ ലൈബ്രറിയിലോട്ട് വിളിച്ചത്? ഇവിടെ എന്താ? വല്ലവേദനയും പകുതി തീർത്തു, ഇനി ബാക്കി പകുതി ഞാൻ എപ്പോഴും തീർക്കും. എൻ്റെ ഈശ്വര, എന്താ ഇത്? തനിക്ക് ഈ ലൂസ് ഹെയർ നന്നായിട്ട് ചേരുന്ന. സച്ചിൻ, താൻ എനിക്ക് കുറച്ച് ടെസ്റ്റ് എടുക്കണം. ഞാൻ പോവുക. ബായ്. ബായ്. പോയോ? അയാള് കണ്ടിട്ടുണ്ടാവോ? അവനോട് ആരാ എൻ്റെ മുടി തൊടാൻ പറഞ്ഞ? ആ സമയത്ത് എനിക്ക് വന്ന ദേഷ്യം എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അതൊക്കെ വിടാം. ടെസ്റ്റ് എടുത്തിട്ട് ഇവിടുന്ന് ക്ലാസ്സിലോട്ട് പോവാം, അതാ നല്ലത്. ഇത്രയും പൊക്കത്തിലൊക്കെ ടെസ്റ്റ് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ എടുക്കും. വീണ് കയ്യും കാലും ഒടിയാനാണോ ഇവിടെ ഇതൊക്കെ കാണിക്കുന്നത്? നിനക്ക് ഈ ബുക്കൊക്കെ ഇവിടെ ഉള്ള ആരുടെങ്കിലും എടുത്ത് ചോദിച്ചൂടെ? ഇതിലൊക്കെ വലിഞ്ഞു കയറി കയ്യും കാലും ഒടിച്ച് കിടക്കാനാണോ നിന്റെ പ്ലാൻ? ദേവേട്ടാ, ഞാൻ എടുത്തിട്ട് പെട്ടെന്ന് ക്ലാസ്സിൽ പോകുമെന്ന് കരുതി, അല്ലാതെ. സച്ചിനായിട്ട് അവിടെ എന്തായിരുന്നു?
ഞാനല്ല, അവൻ. ദേവേട്ട, ഞാനൊന്നും ചെയ്തില്ല. എനിക്കൊന്നും കേൾക്കണ്ട. ഇവിടെ കിടന്ന് കറങ്ങാതെ ക്ലാസ്സിൽ കയറിപ്പോ. ദേവേട്ട, ഞാൻ പറയുന്ന കേക്ക്, നിൽക്ക്. ഞാൻ പോവാ, എനിക്ക് ക്ലാസ്സിൽ കയറണം. ദേവേട്ടന് എന്നോട് ദേഷ്യമുണ്ടോ? പ്രൊഫസറിനെ കൊണ്ടിട്ടുണ്ട്, ഇനി അവൾ കൂടെ കൊള്ളണം. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. സഞ്ജുട്ട തറവാട്ടിൽ നിന്ന് ഇറങ്ങിയ സ്ഥിതിക്ക് മീനുനെയും കൊണ്ട് ഒറ്റയ്ക്ക് സ്റ്റേ ചെയ്യണ്ട. മീനുനെയും കൂട്ടി ദേവേട്ടൻ്റെ തറവാട്ടിലേക്ക് വാ. അവിടെ നമ്മൾ കോളേജിൽ വന്നാലും അച്ഛനും അമ്മയൊക്കെ ഇല്ലേ, അവൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂട്ടുണ്ടാവൂലേ. മാത്രമല്ല ഈവനിങ് ആകുമ്പോൾ നമ്മളും കാണില്ലേ. ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാളും അല്ലേ നമ്മുടെ കൂടെ വന്ന് നിൽക്കുന്നത്. ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നുണ്ടെന്നറിയോ. മാത്രമല്ല അവളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ ഒട്ടും പറ്റില്ല. ലച്ചുചേച്ചി ഞാൻ രാവിലെ വന്നപ്പോൾ അന്വേഷിച്ചായിരുന്നു, പക്ഷേ ലച്ചുചേച്ചി ഇന്ന് ലേറ്റ് ആയിപ്പോയി അല്ലേ? ആ മോളെ, ഞാൻ ഇന്നെത്തിയപ്പോൾ ലേറ്റ് ആയിപ്പോയി. നിനക്ക് സുഖമല്ലേ? നീ ഒരു വീക്ക് ലീവായിരുന്നു? ആ ലച്ചുചേച്ചി, ഞാനൊരു വീക്ക് ലീവ് എടുത്തു. ഒന്ന് നോക്കിയാൽ പാറു പറയുന്നത് ശരിയാ. അവൾ പാറിൻ്റെ അടുത്ത് നിൽക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് നിൽക്കും. പിന്നെ ഞാനും ജിതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കോളാം. ഈ സമയത്ത് ഒറ്റയ്ക്കൊക്കെ നിൽക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമമായിരിക്കും അവൾ പറയുന്ന കേക്ക്. അതൊന്നും കുഴപ്പമില്ല. മീനു അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി, അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ ഓക്കെ. പക്ഷെ പിന്നീട് പാറുവിനെയും കൊണ്ട് നിൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് നീ എന്നോട് പറയരുത്. ഞാൻ കൊണ്ടുവരില്ല. അതെന്താ ശിവ നീ അങ്ങനെ പറഞ്ഞ? പാറുവിനെ എന്താ നീ വിടാത്ത? നിൻ്റെ ഭാര്യയും കൊണ്ട് അവൻ്റെ വീട്ടിൽ പോകാൻ പറ്റില്ലെങ്കിൽ അവൻ്റെ ഭാര്യയും കൊണ്ട് നിൻ്റെ വീട്ടിൽ വരണോ അവൻ? ഓ, അങ്ങനെയാണോ? ശരി, ഇനി ഇതിലൊരു ഇഷ്യൂ വേണ്ട, ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നോളാം. താങ്ക് യു സഞ്ജു ഏട്ടാ, അവസാനം സമ്മതിച്ചല്ലോ. അല്ല, ഒരുപാട് ടൈമായില്ലേ, കണ്ണൻ നിന്നെ കാത്തിരിക്കുന്നുണ്ടാവും. ദേവേട്ടാ, നമുക്ക് പോവാം. സഞ്ജു, ജിതനെ, ഞാൻ പോവാണേ. നമുക്ക് നാളെ സംസാരിക്കാം. ബൈ. ദേവേട്ടൻ എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നതാണോ? എന്നോട് പിണക്കമായിരിക്കോ? ദേവേട്ടൻ എന്താ എന്നോട് മിണ്ടാതിരിക്കുന്നേ? ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് നീ കാണുന്നില്ലേ? മുമ്പും ഡ്രൈവ് ചെയ്യുമ്പോൾ എന്നോട് സംസാരിക്കാറുണ്ടല്ലോ. പാറു, മിണ്ടാതിരിക്കെ, എനിക്ക് വണ്ടി ഓടിക്കണം. മനഃപൂർവ്വം പിണങ്ങിയിരിക്കുവാണല്ലേ? ഇരുന്ന് വണ്ടി കൊണ്ട് ചവിട്ടി ഇറങ്ങി ഒറ്റ പോക്ക്. ഞാനുണ്ടോ ഇല്ലയോ ഒന്നും നോക്കണ്ട, പൊക്കോ. കണ്ണ, അച്ഛൻ്റെ കണ്ണൻ എവിടെ? പതുക്കെ തെന്നി വീഴരുത്. അച്ഛനെടുക്കട്ടെ അച്ഛൻ്റെ മുത്തിന്. അച്ഛൻ്റെ സൗണ്ട് കേട്ടതും അവൻ്റെ എഴുച്ചലിന് സ്പീഡ് കൂടി. കാത്തിരിക്കുവായിരുന്നു രണ്ടിനെയും. ആണോടാ, നീ കാത്തിരിക്കുമായിരുന്നോ? ബാ, അച്ഛൻ ഫ്രഷ് ആവാൻ പോവാ. കണ്ണനും ബാ, നമുക്ക് ഒരുമിച്ച് പോവാം. നീ എന്താ മോളെ അവിടെ തന്നെ നിൽക്കുന്ന? പോയി ഫ്രഷ് ആയിട്ട് വാ. അമ്മ രണ്ടുപേർക്കും ചായ എടുത്ത് വെക്കാം. ആ അമ്മ, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. കണ്ണ, എങ്ങനെയുണ്ടായിരുന്നു ഇന്ന്? നീ അച്ഛനെ മിസ് ചെയ്തോ? ഒരു കാര്യം ചെയ്, നീ ഇവിടെ ഇരിക്കുക. അച്ഛനൊന്ന് ഡ്രസ്സ് മാറട്ടെ. നല്ല കുട്ടിയായിട്ടിരിക്കുക കേട്ടോ. നീ ഇതാ ആരെയാ നോക്കുന്നേ? കണ്ണ, ബാ. അമ്മയുടെ കണ്ണൻ അമ്മ എടുത്തോടി വന്നേ. അമ്മ എടുക്കട്ടെ. പതുക്കെ. അച്ഛമ്മ പറഞ്ഞല്ലോ നീ അച്ഛനെ അമ്മയും കാത്തിരിക്കുമായിരുന്നു. സന്തോഷമായോ നിനക്ക്? ദേവേട്ടൻ വേണമെങ്കിൽ ചെന്ന് ഫ്രഷ് ആയിക്കോ, ഞാനിവനെ നോക്കിക്കോളാം. എൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ലല്ലോ, എന്തൊരു പോക്കാ പോകുന്നേ. കണ്ടോടാ കണ്ണ, അച്ഛന് ഈടായിട്ട് അമ്മയെ ഒട്ടും വിലയില്ല. വേണ്ടാതിരിക്കാനും ഒറ്റപ്പെടുത്താനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പാവല്ലേ അമ്മ. ഞാനിത് ആരോടാ ഈ പരാതി പറയുന്ന? കണ്ണ, ഇത് കഴിക്കേ, തുപ്പരുത്. അമ്മ ആടി തരും, നോക്കിക്കോ.
തുപ്പരുത്, ഇറക്ക്. ആ പല്ലൊക്കെ ഒന്ന് വന്നോട്ടെ, നിനക്ക് ഇഷ്ടമുള്ളത് തരാൻ ഞാൻ. ഇപ്പം നീ ഇതൊന്ന് കഴിക്ക്. ഉച്ചയ്ക്ക് അവന് ഭക്ഷണം കൊടുക്കാൻ ഞാൻ പെടുന്ന പാടുണ്ടല്ലോ. ഒരു വക കഴിക്കില്ല, കണ്ണ് മൊത്തം നമ്മൾ കഴിക്കുന്ന പ്ലേറ്റില്ല. ആണോടാ കണ്ണ? നിനക്ക് നിന്റെ ഭക്ഷണം വേണ്ടേ? തുപ്പരുത്. അവന്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻ കണ്ടോ? മര്യാദയ്ക്ക് വാങ്ങിച്ച് കഴിക്കുക കണ്ണ. ഒന്നും കഴിക്കാതെ വയറൊട്ടിപ്പോവും. സാരമില്ല അമ്മേ, ഞാൻ അവന് പാല് കാച്ചി വെച്ചിട്ടുണ്ട്. ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ അത് കൊടുക്കാം. അമ്മ, എനിക്ക് വിശക്കുന്നു, ഫുഡ് എടുത്തതാ. ഒരു മിനിറ്റ് കണ്ണാട്ട, ഞാൻ കണ്ണൻ്റെ വാഹം തുടച്ചു കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഫുഡ് എടുത്തു തരാം. ഞാൻ അമ്മയോടോ ചോദിച്ചത് എനിക്ക് ഫുഡ് എടുത്ത് തരാൻ. ആ എടുത്തു തരാം. അതിലെന്തിനാ ഇങ്ങനെ കിടന്ന് ചാടുന്നേ? രണ്ടും എന്തോ പറഞ്ഞ് തല്ലുകൂടിയിട്ടുണ്ട്. മോളെ പാറു, കിടന്ന് ഉറക്കം ടൈമായില്ലേ? ഉച്ചയ്ക്ക് അവൻ ഉറങ്ങിയിട്ടില്ല. ടൈം ഒരുപാടായില്ലേ? ആ അച്ഛാ, ഞാൻ ഉറക്കം കൊണ്ടുപോവുക. ദേവേട്ടൻ എന്താ റൂമിലോട്ട് വരാത്ത? മനപ്പുറം വരാതിരിക്കുന്നതാണോ? ദേവേട്ടാ, ഞാൻ ഉറങ്ങാൻ പോവാ. ഗുഡ് നൈറ്റ്. ദേവേട്ടാ, എന്നോട് ഇന്നലെ തൊട്ടൊന്നും മിണ്ടുന്നില്ല. ഇനിയും ഇങ്ങനെ പണിയിരിക്കാനാണോ നോക്കുന്നത്? ഇത് കോളേജാ, എനിക്ക് ക്ലാസ് ഉണ്ട്, ഞാൻ പോവാ. സോറി, ഞാൻ എന്തോ ആലോചിച്ചു. തനിക്കൊന്നും പറ്റിയില്ലല്ലോ? എൻ്റെ കൈ സാരമില്ല, സാറ് കാണാതെ അല്ലേ? എടോ, തൻ്റെ കൈക്ക് പെയിൻ ഉണ്ടോ? ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി. എടീ, ആ നമ്മുടെ സ്വപ്നയും ശിവസാറും അല്ലേ? അവള് പറഞ്ഞ പോലെ ശിവസാറിനെ കറക്കിയെടുത്തോ? സ്വപ്ന ശിവസാറിനെ കറക്കിയെടുക്കുമെന്ന് പറഞ്ഞാൽ അതെന്തായാലും എടുത്തിരിക്കും. അവള് പറഞ്ഞ പോലെ ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ ശിവസാറിന് അവള് നല്ല മാച്ച് ഉണ്ട്. അത് നീ പറഞ്ഞ കറക്റ്റാ. നമ്മുടെ ആ ശ്രീപാർവതിയും സാറും ഒട്ടും മാച്ചില്ല. സാറിന് നല്ല മോഡേൺ ലുക്കുള്ള പെൺപിള്ളേരെ ചേരും. അവളാണെങ്കിൽ ഒരു നാടൻ പഴഞ്ചൻ ലുക്കുവാ. ഇവരെന്തൊക്കെയാ പറയുന്നത്? പാറു, നീ എന്താ ഇവിടെ നിൽക്കുന്ന? ക്ലാസ്സിൽ കയറുന്നില്ലേ? എന്തു പറ്റി? സഞ്ജുവേട്ടൻ, ഞാൻ ക്ലാസ്സിൽ പോകുന്നുണ്ട്. എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു തലവേദന. ഞാനൊന്ന് ലൈബ്രറി പോട്ടെ, കുറച്ചു നേരം റെസ്റ്റ് എടുക്കുമ്പോൾ അത് മാറും. തലവേദനയോ? എന്തു പറ്റി മോളെ? മെഡിസിൻ വല്ലതും വേണോ നിനക്ക്? ഏയ് വേണ്ട ഏട്ടാ, ഞാൻ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്താൽ അത് മാറും. ഞാൻ പോട്ടെ. എന്തു പറ്റി? അവൾക്ക് മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുമല്ലോ? ആ സാർ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. സാർ ടെൻഷൻ അടിക്കണ്ട. ഇതാണോ അവളുടെ തലവേദനയുടെ കാര്യം? എന്തായി പറഞ്ഞ കാര്യം? അവള് അതൊക്കെ കേട്ടോ? കേട്ടൊന്നും മാത്രമല്ല, ഒക്കെ കേട്ട് കണ്ണു നിറച്ച് അവിടെ നിന്ന് ഓടിപ്പോയി. നിന്റെ പ്ലാന് ഏതാണ്ട് സക്സസ് ആയി. സ്വപ്ന, നീ പറഞ്ഞ പോലെ 2-3 ഡേയ്സിനുള്ളിൽ സാറ് നിന്റെ പോക്കറിനെ താവുമല്ലോ അല്ലേ? അതിന് നീയൊക്കെ വീണ്ടും ഒന്നുകൂടെ ജനിക്കണം മക്കളെ. ജിസൻ സാർ, ഞങ്ങള് വെറുതെ തമാശക്ക്. ഓ, ഇതൊക്കെ നിങ്ങൾക്ക് വെറുതെ തമാശയാണല്ലേ? കൊള്ളാലോ, എന്നാൽ ഞാനൊരു തമാശ കാണിക്കാം. ഇതൊക്കെ ഞങ്ങൾക്ക് പ്രിൻസിപ്പാളിനോട് പറഞ്ഞു കൊടുക്കാം. ഇവന്മാർക്ക് നമ്മുടെ ശിവസാറിനെ മടക്കി പോക്കറ്റിലാക്കാനാണ് പ്ലാൻ. അയ്യോ സഞ്ജയ് സാർ, അങ്ങനെയൊന്നുമില്ല. ജിസൻ സാറ് തെറ്റിദ്ധരിച്ചതാ. ഞങ്ങൾ വെറുതെ തമാശ. അതെ, ഞങ്ങൾ വെറുതെ തമാശക്ക് ചെയ്തതാ. സാർ, പ്രിൻസിപ്പളിനോടൊന്നും കംപ്ലൈൻറ്റ് പറയരുത്. ഇവര് കംപ്ലൈൻറ്റോടെ പോയാൽ ഞങ്ങളുടെ പഠിത്തം സ്റ്റോപ്പാവും. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ശരി തന്നെയാണ്. മനഃപൂർവ്വം ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാക്കിയതാണല്ലേ? മുട്ടയൊന്നും വിരിഞ്ഞിട്ടില്ല, അതിനു മുന്നേ നിൻ്റെയൊക്കെ സ്വഭാവം എങ്ങനെയാണെങ്കിൽ. നീ പറഞ്ഞത് ശരിയാ, 3 നല്ല വിളഞ്ഞ വിത്ത. ഏതായാലും ഇത് കംപ്ലൈൻറ്റ് ചെയ്തിട്ടേ ബാക്കി കാര്യമുള്ളൂ.
കളിച്ചൊളിച്ച് സാറുമാരെ നെഞ്ചത്തോട്ടാ ഇതിൻ്റെയൊക്കെ ചാട്ടം. അയ്യോ സാർ, ഇനി ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഇത് കംപ്ലൈൻറ്റ് ചെയ്യരുത്. കംപ്ലൈൻറ്റ് ചെയ്യണോ വേണ്ടെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കാം. ആദ്യം 3 ക്ലാസ്സിലോട്ട് പോ. ഇതിനുള്ളത് ഞങ്ങൾ പിന്നെ തരാം. തീപ്പെട്ടിക്കൊള്ളി പോലെ ഇരുന്നിട്ട് 3ൻ്റെ അഹങ്കാരം കണ്ടില്ലേ? ജിതനെ, നീ വാ, നമുക്ക് സ്റ്റാഫ് റൂമിലോട്ട് പോവാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ശിവ എടുത്ത് പറയാനുണ്ട്. പാറു അവളാകെ സങ്കടപ്പെട്ട് ലൈബ്രറിയിൽ പോയിരിക്കുക. അവനെ കണ്ട് ഈ കാര്യമൊക്കെ നമുക്ക് പറയാം. വാ. ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ രാവിലെ എന്തോ ആലോചിച്ച് വന്ന് ആ കുട്ടിയെ തട്ടി. ഞാൻ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കെന്ന് കരുതിയ അതിനോട് സംസാരിക്കാൻ തന്നെ അവിടെ നിന്നത്. എൻ്റെ പൊന്നു ശിവ, ഇവിടുത്തെ പിള്ളേരൊക്കെ വിളഞ്ഞ വിത്തുകളാണ്. അതൊക്കെ അവളുമാർ പ്ലാനായിരുന്നു. അതിൽ നീ ചെന്ന് പെട്ടു, അത്രയേ ഉള്ളൂ. ഒന്നാതെ എൻ്റെ മൂഡ് ശരിയല്ല, അതിനിടയ്ക്ക് ഇങ്ങനെ ഓരോ കുരിശുകൾ. ശിവ, അതൊക്കെ വിട്. ഇപ്പോൾ നീ ലൈബ്രറിയിലേക്ക് പോ. പാർവതി അവിടെ ഉണ്ട്. അവൾ ആകെ സേഡടിച്ചിരിക്കുക. ദൈവത്തിന് എന്നോട് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ. അവളോട് സോറി പറയാനും അവളോട് സംസാരിക്കാനും അയാൾക്ക് ഒരു കുഴപ്പമില്ല. ഇങ്ങോട്ട് വരട്ടെ, ഞാനും കാണിച്ചു കൊടുക്കാം. ഞാനും മിണ്ടില്ല. ഇനി ഞാനും മിണ്ടില്ല. നോക്കിക്കോ. ഡോ ശ്രീപാർവതി, താൻ കരയാണോ? തനിക്ക് എന്താ പറ്റിയ? എന്താടോ? ഏയ്, ഞാൻ കരയുന്നൊന്നുമില്ല. നീ എന്താ ഇവിടെ ക്ലാസ്സിൽ പോയില്ലേ? ആ, പോണം. ഒരു ടെസ്റ്റ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോഴാ തന്നെ കണ്ട്. പാറുവിന് ശരിക്കും വിഷമമായി കാണും. ഞാനാണെങ്കിൽ മിണ്ടിയിട്ട് കൂടിയില്ലല്ലോ ഇന്ന്. എന്നാ താൻ ക്ലാസ്സിൽ ചെല്ല്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ കാര്യം താൻ നോക്കണ്ട. പൊക്കോ. താനിങ്ങനെ കരയുന്ന കണ്ടിട്ട് എനിക്കൊരു കുഴപ്പമില്ലെന്നല്ലേ ഞാൻ പറഞ്ഞ. താൻ എന്തിനാ എൻ്റെ അടുത്ത് നിൽക്കുന്നേ? ഇവൻ വീണ്ടും. പൊക്കോ. എനിക്ക് കുറച്ച് ഒറ്റയ്ക്കിരിക്കണം. എന്തു പറ്റി? പവർ ഓഫ് ആയതാ. വിട്. എന്താടോ? എന്താ പറ്റിയ? താൻ ഓക്കെ അല്ലേ? തനിക്കെന്താ പറ്റിയ? അത് എന്നെ ഒന്നുമില്ല. എന്താ ഒച്ച കേട്ട? എന്തു പറ്റി? പാർവതി, താനാണോ നിലവിളിച്ചത്? അതെ, ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് പവർ ഓഫായി. ഐ തിങ്ക് അവള് പേടിച്ചു തോന്നുന്നു. സഞ്ജോട്ടൻ, ഞാൻ പെട്ടെന്ന് ലൈറ്റ് ഓഫായപ്പോ അറിയാതെ പേടി കൊണ്ട് വിളിച്ചു പോയതാ. പാറു, സാരമില്ല, വിട്ടേക്ക്, പോട്ടെ. ശിവ, പാറു ഒട്ടും ഓക്കെ അല്ല. ഒരു കാര്യം ചെയ്, ഇവളെ താൻ വീട്ടിലോട്ട് കൊണ്ടാക്കിക്കോ. ഇനിയിപ്പോൾ നാളെ ക്ലാസ്സിൽ കയറിയാൽ മതി. ചെല്ല്. പാറു, വാ. ഇവളെന്താ കാറ് കണ്ടില്ലേ നേരെ പോകുന്നത്? വാ, വന്ന് വണ്ടി കയറ്. നിന്നോടാ ഞാനീ പറയുന്ന, വന്ന് വണ്ടി കയറാൻ. തൊട്ടു പോവരുത് എൻ്റെ കൈ. വിട്. പാറു, എനിക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ വരാൻ അറിയാം. നിങ്ങൾ പൊക്കോ, ഞാൻ വന്നോളാം. വെറുതെ വാശി കാണിക്കരുത്. വന്ന് വണ്ടി കയറി പാറു. നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാമെന്നുണ്ടെന്ന്. പാർവതി, ഒന്നാതിൻ്റെ തല പൊരുത്തിരിക്കുക. മര്യാദയ്ക്കൊന്ന് വണ്ടി കയറ്. ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ. ഓക്കെ, ഫൈൻ, വരണ്ട. ഇവിടെ തന്നെ അങ്ങ് നിന്നോ, ഞാൻ പോവുക. ആ മഴയത്ത് അവളെ ഒറ്റയ്ക്കാക്കി വരണ്ടായിരുന്നു. ഏതായാലും ചെന്ന് കൂട്ടിക്കൊണ്ട് വരാം. എന്നോട് വാശി കാണിക്കരുതെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അവളോട്. അവളെ കാണുന്നില്ലല്ലോ. ഇതെവിടെ പോയി? പാറു, ഇത് എവിടെ? സഞ്ജയ്, ഞാനാ ശിവ. പാറുവിനെ കണ്ടോ നീ? സഞ്ജയ്, പാറു മിസ്സിങ്ങാ. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? കോളേജ് ബുക്കിൽ നിന്ന് സഞ്ജയുടെ നമ്പർ ഒന്ന് തപ്പി തരുമോ? ഐ എം ഷുവർ അവൻ്റെ അടുത്ത് തന്നെ കാണും. നമ്പർ ട്രേസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ശിവ, നീ ടെൻഷൻ അടിക്കണ്ട.
ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇത് എവിടേക്കാ ഈ കണക്ഷൻ പോകുന്നത്? ഇത് കാട്ടിനകത്താണല്ലോ. സച്ചിൻ, എന്താ ഇത്? എന്നെ ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. എന്നെ വിട്. എന്താ നിന്റെ ഉദ്ദേശം? ശ്രീ, ഞാൻ ഒരിക്കലും നിന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് വിചാരിച്ചതല്ല. നിന്റെ ഇഷ്ടത്തോടെ കൊണ്ടുവരണമെന്നാണ് കരുതിയ. പക്ഷേ ഇനിയും ഞാൻ വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ നിന്നെ എനിക്ക് കിട്ടില്ല. സച്ചിൻ, താൻ എന്തൊക്കെയാ ഈ പറയുന്ന? എന്തിനാ എന്നെ ഇവിടെ പിടിച്ചു വെച്ചേക്കുന്നത്? നിന്നെ വിട്ടുകളയണമെന്ന് മാത്രം പറയരുത്. എന്നെ കൊണ്ടതിന് കഴിയില്ല. എനിക്ക് വേണം നിന്നെ. സച്ചിൻ മതി. എന്തൊക്കെയാ ഈ പറയുന്ന? എൻ്റെ കുഞ്ഞെന്നെ കാണുന്നത് വിഷമിക്കുന്നുണ്ടാവും. എനിക്ക് വീട്ടിൽ പോകണം. എന്നെ വിട് പ്ലീസ്. ഇനി നമ്മുടെ ലോകത്ത് കുഞ്ഞ്, ഭർത്താവ് ആരുമില്ല. എനിക്ക് നീയും നിനക്ക് ഞാനും. നമ്മൾ രണ്ടുപേരും മാത്രം. മനസ്സിലായോ? ശ്രീയും സച്ചിനും മാത്രം. സച്ചിൻ, തനിക്ക് എന്താടോ പറ്റിയേ? ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാ, മറ്റൊരാളുടെ ഭാര്യ. എന്നോട് എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എനിക്ക് പോകണം പ്ലീസ്. നീ ആരുടെ ഭാര്യയും ആരുടെ അമ്മയും അല്ല, എന്റെ മാത്രം. മനസ്സിലായോ? ദൈവമേ, ഇതിനകത്ത് പാറ ഉണ്ടാവണേ. അവൾക്കൊന്നും പറ്റരുതേ. 8ാം ക്ലാസ് തൊട്ടാ ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴും ആ സ്നേഹത്തിന് ഒരു മാറ്റമില്ല. പെട്ടെന്നൊരു പ്രൊഫസർ വന്നാൽ ഞാൻ നിന്നെ വിട്ടുകൊടുക്കോ? നീ എന്റേതാ, എന്റേത് മാത്രം. അതിന് ഞാൻ മരിക്കണം. എൻ്റെ കയ്യിൽ നിന്ന് പറിച്ചെടുത്തോണ്ട് പോയാൽ ഞാൻ അന്വേഷിച്ച് വരില്ല എന്ന് കരുതിയോ? അറിയാം, അന്വേഷിച്ചു വരുന്നറിയാം. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ആൾക്കാരെയൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാ അവരെ ഇങ്ങോട്ട് വിട്. ആദ്യം അവരെ കാണാം. അത് ശരീരമൊക്കെ നനഞ്ഞിട്ട് ഒരുപാട് ദിവസമായി. ഇതാണോ നീ എനിക്ക് വേണ്ടി സെറ്റ് ചെയ്ത പീക്കർ ചക്കന്മാര്? എന്നാ പിന്നെ എങ്ങനെയാ, നമുക്ക് കലാപരിപാടി തുടങ്ങാം. അയ്യോടാ, ഇത്ര പെട്ടെന്ന് തീർന്നോ? വേറെ കയ്യിലുണ്ടെങ്കിൽ ഇറക്ക് സച്ചിനെ. ഞങ്ങൾക്ക് 3 പേർക്കും പോയിട്ട് വലിയ പണിയൊന്നുമില്ല, തീർത്തിട്ട് പോവാ. എന്താടാ ഇത്ര നേരം നിന്റെ വായിക്കാത്ത നാവ് നല്ല അനക്കമായിരുന്നല്ലോ. ഇപ്പൊ നിനക്ക് ഒന്നും മിണ്ടാനില്ലേ? ഏയ്, അതല്ലല്ലോ കുറച്ചു മുമ്പ് നീ പറഞ്ഞ ഡയലോഗ്. നിന്നെ ഞങ്ങളായിട്ട് ഒന്നും ചെയ്യില്ല. നിനക്കുള്ള ആൾക്കാർ ഇപ്പം വരും. അവർ വന്ന് നിന്നെ കൊണ്ടുപോകും. നീ ഒന്ന് ക്ഷമിക്ക്, അവർ വരട്ടെ. ശിവ, ഇവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നീ പാറുവിനെയും കൊണ്ട് വീട്ടിലേക്ക് ചെല്ല്. പൊക്കോ. പാറു വാ. സഞ്ജോട്ട, എനിക്ക് കണ്ണനെ കാണണം. സഞ്ജോട്ട് നിന്നൊന്ന് വീട്ടിൽ കൊണ്ടുപോകോ? എന്നെ സഞ്ജോട്ട് കൊണ്ടുപോയാൽ മതി. പാറു, സഞ്ജോട്ട പ്ലീസ്, എന്നെ വീട്ടിൽ കൊണ്ടുപോകില്ലേ? വാ, ഞാൻ കൊണ്ടുപോകാം. ഒന്നും പറ്റാതെ ഇതിങ്ങനെ അവസാനിച്ചത് ദൈവത്തിനോട് നന്ദി പറയണം. എന്നാലും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിലൊരു കത്തല. എന്ത് വിശ്വസിച്ച നമ്മളെ പിള്ളേരെ കോളേജിൽ വിടുന്നത്? പാറുവിന് ഒത്തിരി വിഷമായി. അവള് ഒരുപാട് കരഞ്ഞു. പാവം. മീനാക്ഷി, പാറു അവളെവിടെ? വന്ന് കണ്ണനെ കെട്ടിപ്പിടിച്ച് ഒത്തിരി നേരം ഇരുന്ന് കരഞ്ഞു. ഇപ്പോൾ അവള് കിടക്കുക. ശിവ, നീയും പാറുവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടോന്നോ? ഇവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. ഇന്നലെ മുതൽ ഞങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടും മുഖത്തോട് മുഖം നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കളിക്കുക. മോനെ ദേവാ, ഞങ്ങൾ പിണങ്ങി എന്തിനാണെന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളോട് ചെന്ന് മിണ്ട്. അതെ ദേവ, എന്തിനാ വെറുതെ പിണങ്ങിയിരിക്കുന്നത്? അവൾക്ക് ഒത്തിരി വിഷമമുണ്ട്. ചെന്ന് മിണ്ട് നീ.
പാറു, നീ ഉറങ്ങുവാണോ? പാറു, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. എനിക്ക് കിടക്കണം, തലവേദനയുണ്ട്. പ്ലീസ്. പാറു പ്ലീസ്, എന്നിങ്ങനെ അവോയ്ഡ് ചെയ്യല്ലേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനാണോ ദേവേട്ടനെ അവോയ്ഡ് ചെയ്യുന്നത്? ഞാനാണോ ഒറ്റപ്പെടുത്തിയത്? ആണോന്ന്? പാറു, ഞാൻ പിണങ്ങിയത് സത്യം തന്നെയാണ്. എനിക്ക് അവൻ നിന്നോട് ഇടപെടുന്നത് കണ്ടപ്പോഴേ സംശയം. അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നത്. ദേവേട്ടൻ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ അവനോട് അങ്ങോട്ട് പോയി സംസാരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എന്തിനാ എന്നോട് പിണങ്ങിയിരുന്നത്? പാറു, അവൻ നിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴേ അവൻ്റെ കണ്ണ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവന് നിന്നോടുള്ള ബിഹേവിയർ. നീ ഒരു പൊട്ടിയ, നിനക്കൊന്നും മനസ്സിലാവില്ല. അതെ, ഞാനൊരു പൊട്ടിയ. ഞാൻ ദേവേട്ടന് ചേരില്ല. ദേവേട്ടന് എന്നെ വേണമെങ്കിൽ പറ. എടി, ഞാനതല്ല ഉദ്ദേശിച്ചത്. നിനക്കെന്താ ഞാൻ പറയുന്നൊന്നും മനസ്സിലാവാത്ത? എനിക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല. ലൈബ്രറി വെച്ച് അവൻ നിന്റെ ഹെയറിൽ തൊട്ടപ്പോൾ നിനക്ക് പറയാൻ കഴിഞ്ഞോ തുടരുതെന്ന്? നീ അവിടെ നിന്ന് എണീറ്റ് പോയി. അവൻ നിന്റെ കൈ ടച്ച് ചെയ്യാൻ വന്നത് നീ അറിഞ്ഞില്ല, പക്ഷെ ഞാൻ കണ്ടു. ഇന്ന് ലൈബ്രറിയിൽ പവർ ഓഫ് ചെയ്തപ്പോൾ അത്രയും വലിയൊരു സംഭവം നടന്നു. എന്നിട്ട് നീ എന്താ മിണ്ടാത്ത? ഞാൻ മിണ്ടാത്തത് അത് ദേവേട്ടനാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാനൊന്നും. അത് ഞാനാണെന്ന് നിനക്കെന്താ ഇത്ര ഉറപ്പ്? അവിടെ കറണ്ട് ഇല്ലായിരുന്നല്ലോ. എൻ്റെ ഫേസ് നീ കണ്ടായിരുന്നോ? ഞാൻ ദേവേട്ടൻ്റെ ഭാര്യ. നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് നിന്ന അത് ഞാൻ അറിയണമെങ്കിൽ എനിക്കൊരു വെളിച്ചത്തിൻ്റെ ആവശ്യം വേണ്ട. നിങ്ങൾ എൻ്റെ അടുത്ത് നിന്ന് അതെനിക്ക് മനസ്സിലാവും. ലൈബ്രറി വെച്ച് ഞാൻ മനഃപൂർവ്വം ഒന്നുമില്ല പറഞ്ഞത്. ദേവേട്ടൻ്റെ ദേഷ്യം അതെനിക്ക് മനസ്സിലായതുകൊണ്ട്. പാറു, ദേവേട്ടൻ എന്നെ ചീത്ത പറഞ്ഞു. എന്നെ വേണമെങ്കിൽ തല്ലിക്കോ, പക്ഷെ എന്നെ ഒറ്റപ്പെടുത്തരുത്. എന്നോട് മിണ്ടാതിരിക്കരുത്. എനിക്ക് ആരുമില്ലെന്ന് ദേവേട്ടനെ അറിഞ്ഞൂടെ? നിനക്ക് ആരുമില്ലേ? അപ്പോൾ ഞാനും കടനും നിന്റെ ആരുമല്ലേ? എനിക്ക് ചുറ്റുമുള്ള എല്ലാവരോടും ദേവേട്ടൻ സംസാരിച്ചിട്ട് എന്നെ മാത്രം ഒറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് ശരിക്കും ചാവാനാ തോന്നുന്നത്. പാറു, സോറി. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ, നിനക്കറിയാലോ എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ. ദേവേട്ടൻ കരയണ്ട, പോട്ടെ. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? ഇല്ല, പോട്ടെ. സോറി പാറു, നിന്നെ മറ്റുള്ള നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എനിക്കറിയാം, പോട്ടെ. സോറി പാറു. ദേവേട്ട അങ്ങോട്ട് നോക്കിയേ. അതെങ്ങനെയാടാ കറക്റ്റ് സമയത്ത് നിന്റെ കണ്ണ് തുറക്കുന്ന? അമ്മയുടെ കള്ളന് പനി കുറവുണ്ടോ? അമ്മ നോക്കട്ടെ, വാ. സഞ്ജോട്ടാ, ലേബർ റൂമിൽ കയറ്റിട്ട് ഒരുപാട് നേരമായല്ലോ. ഡോക്ടർ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല പാറു. അതാ എനിക്ക് ടെൻഷൻ അടിക്കുന്ന. എൻ്റെ പൊന്നു പാറു, ഒന്നും ചോദിക്കല്ലേ. എങ്ങനെയൊക്കെ അവനെ പിടിച്ചു വച്ചേക്കുന്നത്? ഇത്ര നേരം ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു. ഈ സിറ്റുവേഷൻ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഏതായാലും 3 മാസം ആയില്ലേ, ഇനി ഒരു 7 മാസം അതുകൂടെ കഴിയുമ്പോൾ ഈ സ്ഥാനത്ത് നീ ആയിരിക്കും ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. ആരാ? മീനാക്ഷിയുടെ ഭർത്താവ് അകത്തേക്ക് വിളിക്കുന്നുണ്ട്, വരൂ. ഞാൻ വരാം. എൻ്റെ പൊന്നു സഞ്ജയ്, പോവരുത്. ഞാനാ പറയുന്നത്. ഇവളുമാരെ നമ്മളെ സ്നേഹത്തിൽ വിളിക്കുന്നതല്ല. നിനക്ക് ഓർമ്മയുണ്ടോ, അന്ന് ഞാൻ പോയപ്പോൾ എൻ്റെ 2 കവളും അവൾ അടിച്ച് പൊട്ടിച്ചത്. ദേവേട്ട എന്താ ഇത്? മിണ്ടാതിരിക്കുക. സഞ്ജോട്ട ചെല്ല്, മീന് വിളിക്കുകയല്ലേ, പോയിട്ട് വാ. എനിക്ക് വയ്യ, എന്നെ കൊണ്ട് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല സഞ്ജോട്ട. മീനു, കുറച്ചുകൂടെ ഒന്ന് ക്ഷമിക്ക്. നമുക്ക് അയ്യോ, നമ്മുടെ ഭാവി കാണണ്ടേ? എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഇതിനെ കൊണ്ട് സഹിക്കാൻ വയ്യ.
ഇതാ കഴിക്ക്. വേഗം കഴിച്ചാൽ കുഞ്ഞു അവരോട് ഞാൻ കളിക്കാൻ വിടാം. മര്യാദയ്ക്ക് പതുക്കെ കഴിക്കടാ. വാവയുടെ കൂടെ കളിക്കാന്ന് പറഞ്ഞപ്പോ അവന്റെ വെപ്രാളം കണ്ടില്ലേ? കണ്ണാ, പൊന്നു വന്നതോടെ കണ്ണൻ ഹാപ്പിയായി. ആ കുറുമ്പിപ്പൊന്നു എണീറ്റല്ലോ. പാറു, നീ കണ്ണനെ കൊണ്ടുവാ, അവര് കളിക്കട്ടെ. മീനു, ഞാൻ എങ്ങനെയൊക്കെയോ ഇവളെ ഉറക്കിയിട്ടുണ്ട്. എവിടെയാ കിടത്തേണ്ടേ? കട്ടിൽ തന്നെ കിടത്തിക്കോ, കുറച്ച് കഴിയുമ്പോ എണീക്കേണ്ടതല്ലേ. ഏയ്, അങ്ങനെ മാത്രം പറയരുത്. വളരെ കഷ്ടപ്പെട്ടാ ഞാൻ അതിനെ ഉറക്കിയത്. ഞാനൊരു സത്യം പറഞ്ഞതാ. കറക്റ്റ് 10 മിനിറ്റ് കഴിയുമ്പോ അവൾ എണീക്കും, നോക്കിക്കോ. 10 മിനിറ്റ്? ആ, അത് മതി. മീനു, ഒന്നിങ്ങ് വന്നേ. ഞാനങ്ങൂല. എന്തിനാ ഇങ്ങനെ വിളിക്കുന്നേ? അതില്ലേ, എനിക്ക് ഒരു കാര്യം പറയണം. നീ എൻ്റെ അടുത്തേക്കൊന്ന് വന്നേ. എന്റെ ചെവിക്കൊരു കുഴപ്പമില്ല. സഞ്ജോട്ടൻ അവിടെ നിന്ന് പറഞ്ഞാൽ മതി. ഈ അടുത്തേക്ക് വന്നുള്ള പരിപാടിയൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞിങ്ങനെ ശരിയാവും. നീ എന്താ ഇപ്പം എൻ്റെ അടുത്ത് വരാത്ത? വാ, വരാനല്ലേ പറഞ്ഞ? സഞ്ജോട്ടാ, എന്താ ഉദ്ദേശം? മിണ്ടാതിരിക്കടി. കഴിഞ്ഞില്ലേ നിന്റെ പണി? ഇതിപ്പോൾ കുറേ നേരമായാലോ അടുക്കി പറക്കി വെക്കാൻ തുടങ്ങിയിട്ട്. എന്റെ പൊന്നു ദേവേട്ട, അവൻ ഉറങ്ങുന്ന സമയത്തല്ലേ എനിക്കിതൊക്കെ അടുക്കി പറിക്കി വെക്കാൻ പറ്റൂ. ദേവേട്ടൻ കണ്ണൻ്റെ അടുത്ത് കയറി കിടന്നോ, ഞാനിപ്പോൾ വരാം. എന്ത് കയറി കിടക്കാനോ? ഇപ്പം ശരിയാക്കി തരാം. ഇങ്ങോട്ട് വാടി. ആ ദേവേട്ട, ഞാൻ കഷ്ടപ്പെട്ട് അടുക്കി വെച്ചതൊക്കെ കൊലച്ചിട്ട്. അതൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞ് മടക്കി തരാം. അയ്യടാ, അങ്ങോട്ട് മാറി നിൽക്ക്. തൽക്കാലം പൊന്നു മോൻ ചെന്നുറങ്ങിക്കോ. അങ്ങനെ ഉറങ്ങാൻ എനിക്ക് ഉദ്ദേശമില്ലെങ്കിലോ. ഇങ്ങോട്ട് വാടി. ദേവേട്ട വേണ്ട, വിട്ടെ വിട്ട് ദേവേട്ട. പാറു, ഇങ്ങ് വാ. വരാൻ. പാറു, എന്താ? പാറു, കണ്ണൻ ഉറങ്ങുകയല്ലേ? നമുക്ക് അതെ, കണ്ണൻ ഉറങ്ങാം. നമുക്ക് നിനക്കത് മനസ്സിലായില്ലേ? മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവണ്ട. ഗുഡ് നൈറ്റ്, പോ. ശരി, ഗുഡ് നൈറ്റ്, ബൈ. അയ്യടാ, ഞാൻ അങ്ങനെ വിടില്ല. എൻ്റെ അടി നിനക്കൊരു ഡിമാൻഡ്. എന്റെ പൊന്നു മനുഷ്യ, ഉമ്മ വെച്ച് ശ്വാസം പിടിച്ച് കൊല്ലുമോ നിങ്ങൾ എന്നെ? കൊല്ലു. തെളുതേളെ ഉമാ പന്തലി